മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിയോവില്ലിസ് തിയറവും അതിൻ്റെ കോൺസിക്വൻസുമാണ്. ലിയോവില്ലിസ് തിയറം. തിയറം ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസ്. ഓക്കെ, ലിയോവില്ലിസ് തിയറം എന്ന് പറയുന്നത് ഫേസ് സ്പേസിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടീസ് ആയിട്ടാണ് നമ്മളിത് പറയുന്നത്. നമ്മൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞത് ഒരു സ്റ്റേഷനറി എൻസെമ്പിളിൽ ഡെൻസിറ്റി ഫങ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ദ ഫേസ് സ്പേസ്. ലിയോവില്ലി തിയറം പറയുന്നത് സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ടാണ്, ഫേസ് സ്പേസിൻ്റെ സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ ഒരു തിയറം നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ തിയറത്തിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി മൂവിങ്. കാരണം ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ടൈമിനെ അനുസരിച്ച് മൂവ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ ടൈമിൽ ഒരു പൊസിഷനിലാണെങ്കിൽ ഒരു ടി എന്ന് പറയുന്ന സമയം കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ വിൽ ബി ചേഞ്ച്. അപ്പോൾ നമ്മൾ ഫേസ് സ്പേസ് കൺസിഡർ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് എ ഫേസ് സ്പേസ് ക്യു പി എന്നുള്ള രണ്ട് ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇതൊരു 3n ഡയമെൻഷണൽ ആക്സിസ് ആണ്, ഇതൊരു 3n ഡയമെൻഷണൽ ആക്സിസ് ആണ്, മൊത്തം 6n ഡയമെൻഷൻ ആക്സിസ് ആണ്. ഇവിടെ നമ്മൾ ഒരു റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അറ്റ് പർട്ടിക്കുലർ ടൈം 0 ഒരു ടി എന്ന് പറയുന്ന സമയം ആയി കഴിഞ്ഞാൽ ദർ വിൽ ബി മൂവ് ദിസ് പൊസിഷൻ, ഈ ഒരു പൊസിഷനിലേക്ക് എത്താണ്. അപ്പോൾ ഇവിടെ മൂവ് ചെയ്ത പാത്ത് എന്ന് പറയുന്നത് ഈ ഒരു പാത്താണ്. ഓക്കെ, ഈ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ്, അതായത് സറൗണ്ടിങ്, നമ്മളിവിടെ ഒരു ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്യുകയാണ്. ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഈ സെൻറ്ററിൽ വരുന്നതാണ്. അതിന് ചുറ്റും വരുന്ന ഡെൻസിറ്റി എന്ന് പറയുന്നത് സറൗണ്ടിങ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ആണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സറൗണ്ടിങ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ആണ് ഇവിടെയും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ലിയോവില്ലി തിയറം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഉണ്ടാവുന്ന ഡെൻസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് ഫങ്ഷൻ അറ്റ് ടൈം ഈക്വൽ ടു 0 എന്ന് പറയുന്നതും ഡെൻസിറ്റി ഫങ്ഷൻ ഓഫ് ദിസ് ഏരിയ അറ്റ് ആഫ്റ്റർ ദ പർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ ടി, അതായത് ടൈം മൂവ് ചെയ്തു റെപ്രസെൻറ്റേറ്റീവ്സ് മൂവ് ചെയ്താലും അത് സറൗണ്ടിങ്ങിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി എ ഐഡൻറ്റിക്കൽ. അതായത് ഡെൻസിറ്റി എന്ന് പറയുന്നത് സറൗണ്ടിങ് ദ നെയ്ബർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ദർ ഇസ് നോ ചേഞ്ച് വെൻ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഈസ് മൂവിങ്. റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ് മൂവ് ചെയ്താൽ പോലും അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള ഡെൻസിറ്റി എന്ന് പറയുന്നത് ദർ ഇസ് നോ ചേഞ്ച്. ഈ മൂവ്മെൻറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹാമിൽട്ടോണിയൻ വെച്ചിട്ടാണ്. സോ ഇഫ് വി മൂവ് വിത്ത് ദ ഫേസ് സ്പേസ് പോയിൻറ്റ് ഓർ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ആസ് ഇറ്റ് ഇവോൾവ് അണ്ടർ ദ ഹാമിൽട്ടോണിയൻ, the phase space density of the surrounding neighbor is constant. This theorem is called a Liouville theorem. Okay, that is, if we move with a phase space point or representative points as it evolve under the Hamiltonian എന്ന് പറയണമെങ്കിൽ P ഡോട്ട് ആൻഡ് Q ഡോട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് കാനോണിക്കൽ ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹാമിൽട്ടോണിയൻ. The phase space density of the surrounding neighbor is constant. This theorem is called Liouville theorem. This theorem is called Liouville's theorem. Okay, അപ്പോൾ തിയറത്തിനാണ് നമ്മൾ ലിയോവില്ലി തിയറം പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഹൈപ്പർ ഷെൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ സെക്ഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ഹൈപ്പർ ഷെൽ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫേസ് സ്പേസ്, ദെൻ എനർജി ഇൻ്റർവെല്ലിലുള്ള ഒരു E മൈനസ് ഡെൽറ്റ ബൈ 2 E പ്ലസ് ഡെൽറ്റ ബൈ 2 വരുന്ന ഒരു എനർജി ഇൻ്റർവെല്ല്, ദിസ് വാല്യൂ E മൈനസ് ഡെൽറ്റ ബൈ 2, ദിസ് വാല്യൂ E പ്ലസ് ഡെൽറ്റ ബൈ 2. ഇതിൽ നമുക്ക് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ടെസ്റ്റ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം.
ഇതിലൊരു ചെറിയൊരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യാണ്, ചെറിയൊരു ഏരിയ. ആ ഒരു ഏരിയ നമ്മളിവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, ചെറിയൊരു റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഈ റീജിയൻ്റെ വോളിയം എന്ന് പറയുന്നത് ഒമേഗ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതുപോലെ ഇതിൻ്റെ സർഫസ് എന്ന് പറയുന്നത് സിഗ്മ എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ മൈക്രോ സ്റ്റേറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഒമേഗ, ഇതിൻ്റെ സർഫസ് എനർജി അല്ലെങ്കിൽ സർഫസ് ചാർജ് എന്ന് പറയുന്നത് സർഫസ് എന്ന് പറയുന്നത് സിഗ്മ. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ എത്രത്തോളം എനർജി അല്ലെങ്കിൽ എത്രത്തോളം നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിനി കാണേണ്ടത്. അതിൻ്റെ റേറ്റ് നമുക്ക് കണ്ടെത്തണം, ടൈമിനനുസരിച്ചുള്ള റേറ്റ് നമുക്ക് കണ്ടെത്തണം. അതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു പർട്ടിക്കുലർ വോളിയത്തിൽ എത്രത്തോളം നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് വരുന്നുണ്ട് എന്നതാണ് നമുക്ക് മീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഒമേഗ എന്നതാണ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിലിണ്ടർ നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഡി ഒമേഗ ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് വി ഡി ടി, അതായത് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി വി ആണ്. ഇതിൻ്റെ ഈ സർഫസ് എന്ന് പറയുന്നത് ഡി സിഗ്മ ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. ഈ ഒരു ചെറിയൊരു പാർട്ട് അത് ഡി സിഗ്മ ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ വോളിയം ഡി ഒമേഗയാണ്, ഇതിൻ്റെ സർഫസ് എന്ന് പറയുന്നത് ഡി സിഗ്മയാണ്. അങ്ങനെയുള്ളൊരു സിലിണ്ടർ വി ഡി ടി എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ഇതിൻ്റെ നോർമൽ എന്ന് പറയുന്നത് ഈ സർഫസിൻ്റെ നോർമൽ എന്ന് പറയുന്നത് എൻ ക്യാപ്പ് എന്നതായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാണ്. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സിൻ്റെ റേറ്റാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് നമ്മൾ ആദ്യം മെഷർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കേസിലുള്ള ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ, ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഡി ഒമേഗ. അപ്പോൾ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇൻ ദിസ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് റോ ഡി ഒമേഗ എന്ന് കിട്ടി. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ, ഈ ഒരു ഏരിയന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് കാണേണ്ടത് ഈ മൊത്തം സെക്ഷനിൽ അല്ലെങ്കിൽ മൊത്തം ഏരിയയിൽ നമുക്ക് കാണാം. അതായത് ഒമേഗ എന്ന് പറയുന്ന വോളിയത്തിലുള്ള കേസ് നമുക്ക് കാണണം. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേഷൻ ചെയ്യുന്നു റോ ഡി ഒമേഗ. ഇനി അതിൻ്റെ റേറ്റാണ് കാണേണ്ടത്, അതായത് ടൈം ആയിട്ടുള്ള കേസ്, അതായത് ടൈമിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അതുള്ള കേസ്, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമായിട്ടാണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് ഡോ ഡിവൈഡഡ് ബൈ ഡോ ടി ഇൻ്റഗ്രൽ ഒമേഗ റോ ഡി ഒമേഗ എന്ന് നമുക്ക് എഴുതാം. സോ ദ റേറ്റ് ഓഫ് അറ്റ് വിച്ച് ദ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇൻ ദിസ് വോളിയം increase with time, that is equal to dou by dou t of integral omega rho d omega എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത വോളിയത്തിലുള്ള റേറ്റ് ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്നുള്ളത് നമുക്ക് കിട്ടി ഡോ ബൈ ഡോ ടി ഓഫ് ഇൻ്റഗ്രൽ ഒമേഗ റോ ഡി ഒമേഗ. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ആ ഫിഗറിലേക്ക് നമ്മൾ വരാണ്. ഇപ്പോൾ ഫിഗർ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് വി ഡി ടി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് നമുക്ക് ഈ മൊത്തം ഏരിയയിൽ എന്താ പറയുക സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ഫ്ലോ ഔട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് നമുക്ക് കാണണം. ആ ഫ്ലോ ഔട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇതിൽ എത്ര റെപ്രസെൻറ്റേറ്റീവ് പാർട്ടിക്കിൾ ഉണ്ടോ അതിന് ഈക്വലൻ്റ് ആയിരിക്കും. അതാണ് നമ്മളെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒന്നായിരിക്കും ഇതിൽ നിന്ന് പുറത്തേക്ക് പോവുക. അപ്പോൾ ഇതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്നുള്ളത് റേറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എത്രത്തോളം പാർട്ടിക്കിൾസാണ് ഫ്ലോ ഔട്ട് ചെയ്യുന്നത് അതിൻ്റെ റേറ്റ് നമുക്ക് കാണണം. അതും ഇതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ ഈ സിലിണ്ടർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആദ്യം ഈ ചെറിയൊരു സെക്ഷൻ, അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്, വി ഡി ടി എന്നതാണ്. ഇതിൻ്റെ സർഫസ് എന്ന് പറയുന്നത് ഡി സിഗ്മ ആണ്, ഡി സിഗ്മ സർഫസ്. അങ്ങനെയാണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, വോളിയം ഈക്വൽ ടു വി ഡി ടി ഡി സിഗ്മ എന്ന് നമുക്ക് എഴുതാം. വി ഡി ടി ഡി സിഗ്മ എന്ന് നമുക്ക് എഴുതാം.
ഓക്കെ. ഇനി നമുക്ക് ഈ ചെറിയൊരു സെക്ഷനിലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. എങ്ങനെയാണെങ്കിൽ മൊത്തം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ, മൊത്തം സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാല്യൂ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഫ്ലോ ഔട്ട് ഉള്ള പാർട്ടിക്കിൾസ് കാണണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഫ്ലോ ഔട്ട് എന്നുള്ളത് ഇതിനെ ഡെൻസിറ്റി ഓഫ് ഫംഗ്ഷൻ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എത്രത്തോളം പാർട്ടിക്കിൾസാണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിലൂടെ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, റോ വി ഡി ടി ഡി സിഗ്മ. ഓക്കെ. ഇനി ഈ ഫ്ലോ ഔട്ട് ചെയ്യുന്നത് നമ്മളൊരു കേസ് കൊടുക്കുകയാണ്, നോർമലായിട്ടുള്ള ഒരു കേസായി, അതായത് സർഫസിൽ നിന്ന് നോർമലായിട്ടാണ് പുറത്തേക്ക് പോകുന്നത് എന്നതാണ് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ഒരു സിലിണ്ടറിൽ നോർമൽ ഡയറക്ഷനിലാണ് പുറത്തേക്ക് പോകുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എൻ ഡോട്ട്, അതായത് വി ഡോട്ട് എൻ, വി വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് നമ്മളങ്ങനെ കൊടുത്ത് ഡി ടി ഡി സിഗ്മ എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ, അതായത് ഈ സിലിണ്ടറിലൂടെ നോർമൽ ഡയറക്ഷനിൽ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് മൊത്തം സർഫസിലൂടെ പുറത്തു പോകുന്ന വാല്യൂസ് നമുക്ക് കാണണം, മൊത്തം സർഫസിലൂടെ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻറ്റഗ്രേഷൻ ചെയ്താൽ മതി. സർഫസിലൂടെയാണ് പുറത്തേക്ക് പോവുക. സോ നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നത് വിത്ത് റെസ്പെക്റ്റ് ടു സർഫസ് ആയിരിക്കും. സോ റോ ഇൻറ്റഗ്രൽ സിഗ്മ റോ വി ഡോട്ട് എൻ ഡി ടി ഡി സിഗ്മ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ. ഇനി ഇതിൻ്റെ റേറ്റ് കാണണം. റേറ്റ് കാണാൻ വേണ്ടി നമുക്ക് ഡോ ബൈ ഡോട്ട് ടി നമുക്ക് ചെയ്താം. ഓക്കെ. അപ്പോൾ ആ റേറ്റ് കാണാൻ വേണ്ടി ഇവിടെ ഡി ടിയും വരുന്നുണ്ട്. സോ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഡോ ബൈ ഡോട്ട് ടി, അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് കാണാൻ പറഞ്ഞാൽ വിത്ത് ഡിവൈഡഡ് ബൈ ഡി ടി. അപ്പോൾ നമുക്ക് റോ ഇൻറ്റഗ്രേഷൻ സിഗ്മ റോ വി ഡോട്ട് എൻ ഡി സിഗ്മ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സർഫസിൽ, നമ്മൾ ഈ പർട്ടിക്കുലർ സർഫസാണ് കണ്ടത് ബൈ ഇൻറ്റഗ്രേഷൻ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സർഫസിലൂടെ പുറത്തേക്ക് പോകുന്ന, നോർമൽ ഡയറക്ഷനിൽ പുറത്തേക്ക് പോകുന്ന നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സിൻ്റെ റേറ്റ്, ആ റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡി ടി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആ റേറ്റാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇൻറ്റഗ്രേഷൻ സിഗ്മ റോ വി ഡോട്ട് എൻ ഡി സിഗ്മ എന്നുള്ള വാല്യൂ. ഓക്കെ. അപ്പോൾ സർഫസിലൂടെ പുറത്തേക്ക് പോകുന്ന, നോർമൽ ഡയറക്ഷനിലൂടെ പുറത്തേക്ക് പോകുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്കിവിടെ കിട്ടി, അതിൻ്റെ റേറ്റ് നമുക്ക് കിട്ടി. എത്രത്തോളം പാർട്ടിക്കിൾസാണ് അപ്പോൾ നമ്മളിവിടെ ഓക്കെ. അപ്പോൾ ദ നെറ്റ് റേറ്റ് ഓഫ് അച്ചീവ് ദ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഫ്ലോ ഔട്ട് ഓഫ് ഒമേഗ, that is across the bounding surface sigma, is given by integration sigma rho v dot n d sigma. ഡി ടി ഉണ്ടായിരുന്നത് നമ്മൾ നെറ്റ് റേറ്റ് കാണുന്നതുകൊണ്ട് അവിടെ ഡി ടി എന്ത് ചെയ്തും ക്യാൻസൽ ചെയ്തിട്ട് പോകും. ഓക്കെ. അപ്പോൾ ഇതൊരു സർഫസ് ഇൻ്റഗ്രലാണ്. അപ്പോൾ ഡൈവർജൻസ് തിയറം പ്രകാരം നമുക്ക് ഈ സർഫസ് ഇൻ്റഗ്രലിനെ നമുക്ക് വോളിയം ഇൻ്റഗ്രലാക്കി നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ബൈ ഡൈവർജൻസ് തിയറം integral sigma rho v dot n d sigma, that is equal to integral omega del dot rho v vector d omega. ഓക്കെ. അപ്പോൾ നമ്മൾ സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രലാക്കി നമ്മളിവിടെ ചേഞ്ച് ചെയ്തു അക്കോർഡിംഗ് ടു ഡൈവർജൻസ് തിയറം. അപ്പോൾ ഇനി നമ്മൾ പറയാം, അപ്പോൾ ഇത് നെറ്റ് റേറ്റ് ആണ് വോളിയം ഇൻ്റഗ്രലിൽ നമ്മൾ കാണുന്നു എന്ന് മാത്രം. ഇനി നമ്മളിവിടെ വരാം, നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സെക്ഷനിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ കണ്ടെത്തി, റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സിൻ്റെ റേറ്റ് നമ്മൾ കണ്ടെത്തി, എത്രത്തോളം പാർട്ടിക്കിളാണ് ഈ സർഫസിലൂടെ പുറത്തേക്ക് പോകുന്നതിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടെത്തി. അപ്പോൾ ഇവിടെയുള്ള നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ആണ് ഈ സർഫസിലൂടെ പുറത്തേക്ക് പോവുക. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇതിന് നമ്മൾ ഡൈവർജൻസ് തിയറം പ്രകാരം മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഓഫ് റോ ഡി ഒമേഗ
the volume, that is equal to integral omega del dot rho v vector into d omega എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ എഴുതണമെങ്കിൽ ദർ ഇസ് നോ സോഴ്സ്, വേറെ ഒരു സംഭവമോ അല്ലെങ്കിൽ നോ സിങ്സ് ഒന്നും ഉണ്ടാവാൻ അവിടെ പാടില്ല, ഈ സർഫസിൽ ഉണ്ടാവാൻ പാടില്ല. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. സോഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അതും കൊണ്ട് എഫക്റ്റ് വരും. അപ്പോൾ നമുക്ക് ഇത് ഇക്വലൻ്റ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല, അതിൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ട് നമുക്കിവിടെ എഴുതേണ്ടി വരും. അപ്പോൾ നമ്മളൊരു അസംഷൻ കൊടുക്കുകയാണെങ്കിൽ ദർ ഇസ് നോ സോഴ്സ് ഓർ നോ സിങ്ക്, ദ ടോട്ടൽ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് റിമെയിൻസ് കൺസർവ്ഡ്, ദറ്റ് ഈസ് ഈക്വൽ ടു ദിസ് വൺ. ഇനി ഈ നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഫ്ലോ ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലോ ഔട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഡിഗ്രീസ് ചെയ്തിട്ട് വരും. സോ വി പുട്ട് എൻ നെഗറ്റീവ് സൈൻ. ഇനി ഇവിടെ നോക്കാം, ഇൻറ്റഗ്രേഷനും വിത്ത് റെസ്പെക്ട് ടു വോളിയാണ്. ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു വോളിയം, അതിൻ്റെ എലമെൻറ്റും ഡി ഒമേഗയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഡോ ബൈ ഡോട്ടിനെ നമുക്ക് അകത്തേക്ക് എടുക്കാം, കാരണം ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ്, ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്, പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. സോ ഇൻറ്റഗ്രൽ ഒമേഗ ഡി റോ ഡിവൈഡഡ് ബൈ ഡി ടി പ്ലസ് ഡെൽ ഡോട്ട് റോ വി വെക്ടർ ഇൻറ്റു ഡി ഒമേഗ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. നമ്മളൊരു ആർബിട്രറി ആയിട്ടുള്ളൊരു വോളിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡി റോ ഡിവൈഡ് ബൈ ഡി ടി പ്ലസ് del dot rho v vector that is equal to 0. This is the equation of continuity. Equation of continuity ആണ് ഇത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഡൈവർജൻസ് കണ്ടുപിടിക്കണം. ദെൻ ഈ വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ലിയോബെല്ലി തിയറത്തിൻ്റെ മാത്തമാറ്റിക്കലായിട്ടുള്ള കൺസിഡറേഷൻ നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി വോളിയം എന്ന് പറയുന്നത് അതുപോലെ ഡെൽ ഡോട്ട് റോ വി എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഡൈവർജൻസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ് വൈ എന്നുള്ള കമ്പോണൻസ് നമ്മൾ ഉപയോഗിക്കുക, പകരം ക്യൂ പി എന്നുള്ള കമ്പോണൻസ് ആയിരിക്കും. അതേപോലെ വെലോസിറ്റി എന്നുള്ള കമ്പോണൻസ് പി ഡോട്ട് ക്യൂ ഡോട്ട് എന്നുള്ളതിനേക്കും റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഡെൽ ഡോട്ട് റോ വി വെക്ടർ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ ഐ ഫ്രം 1 to 3n ഡോ ഡിവൈഡ് ബൈ ഡോ ക്യൂ റോ ക്യൂ ഐ ഡോട്ട് ക്യൂ ഐ ഡോട്ട് പ്ലസ് റോ പി ഡോട്ട് പി ഐ ഡോട്ട് എന്നതായിരിക്കും നമുക്ക് കിട്ടുന്ന ഡെൽ ഡോട്ട് റോ വി എന്നുള്ള വാല്യൂ. ഓക്കെ, സിഗ്മ ഐ ഫ്രം 1 to 3n ഡോ ബൈ ഡോ ക്യൂ ഐ റോ ക്യൂ ഐ ഡോട്ട് പ്ലസ് റോ പി ഐ ഡോട്ട്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഡി റോ ഡിവൈഡ് ബൈ ഡോട്ട് ടി പ്ലസ് സിഗ്മ ഐ ഫ്രം 1 to 3n ഡോ ഡിവൈഡ് ബൈ ഡോ ക്യൂ ഐ റോ ക്യൂ ഐ ഡോട്ട് പ്ലസ് റോ പി ഐ ഡോട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം, ദെൻ ഫൈനലൈസ് ചെയ്യാം. അപ്പോൾ ഡി റോ ഡിവൈഡ് ബൈ ഡി ടി പ്ലസ് സിഗ്മ ഐ ഫ്രം 1 to 3n ഡി റോ ഡിവൈഡ് ബൈ ഡോ ടി ഇൻറ്റു ക്യൂ ഐ ഡോട്ട്, sorry this is not qi, plus rho dou qi dot divided by dqi plus ഫസ്റ്റ് ടേമിൻ്റെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. ഇനി രണ്ടാമത്തെ ടേം ഡി റോ ഡിവൈഡഡ് ബൈ ഡോ പി
ഐ പി ഐ ഡോട്ട് പ്ലസ് റോ ഡോ പി ഐ ഡോട്ട് ഡിവൈഡ് ബൈ ഡോ പി ഐ. ഓക്കെ, ഇനി ക്യു ഐ ഡോട്ട് സീക്വൽ ടു ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ പി ഐ എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഡോ ക്യു ഐ ഡിവൈഡ് ബൈ ഡോ ക്യു ഐ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ഡോ ഡിവൈഡ് ബൈ ഡോ ക്യു ഐ ഡോ പി ഐ സ്ക്വയർ എച്ച് എന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സിമിലർലി പി ഐ ഡോട്ട് സീക്വൽ ടു മൈനസ് ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ ക്യു ഐ. അങ്ങനെയാണെങ്കിൽ ഡോ ഡിവൈഡ് ബൈ പി ഐ ഡിവൈഡ് ബൈ ഡോ പി ഐ ഇൻറ്റു പി ഐ ഡോട്ട് എന്ന് പറഞ്ഞത് നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഡോ സ്ക്വയർ എച്ച് ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ ഡോ പി ഐ എന്നുള്ളതായിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഈ രണ്ട് വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദിസ് ഈസ് ഈക്വൽ ടു 0. ഡി റോ ഡിവൈഡഡ് ബൈ ഡി ടി പ്ലസ് സിഗ്മ ഐ ഫ്രം 1 to 3n ഡി റോ ഡിവൈഡ് ബൈ ഡി ക്യു ഐ ഡോട്ട് എന്നുള്ള വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഡോ എച്ച് ഡിവൈഡഡ് ബൈ ഡോ പി ഐ പ്ലസ് റോ ഡോ ക്യു ഐ ഡോട്ട് ഡിവൈഡ് ബൈ ഡോ ക്യു ഐ. എന്താണ് ഇവിടെ വാല്യൂ ഉണ്ട്? ഡോ സ്ക്വയർ എച്ച് ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ ഡോ പി ഐ പ്ലസ് അടുത്ത ടൈം ഡി റോ ഡിവൈഡ് ബൈ ഡി പി ഐ ഡോട്ട് ദാറ്റ് ഈസ് മൈനസ് ഡോ എച്ച് ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ പ്ലസ് റോ ഡോ പി ഐ ഡോട്ട് ഡിവൈഡ് ബൈ ഡോ പി ഐ. ഇവിടെ വാല്യൂ ഉണ്ട്, സോ മൈനസ് വന്നു. ഡോ സ്ക്വയർ എച്ച് ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ ഡോ പി ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഈ രണ്ട് ടേം നോക്കാം, ഈക്വലൻ്റ് ആണ്, ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ ബാക്കിയുള്ള ടേം മാത്രമായിട്ട് എഴുതാം. അപ്പോൾ ഡി റോ ഡിവൈഡഡ് ബൈ ഡി ടി ഡോ ടി പ്ലസ് സിഗ്മ ഐ ഫ്രം 1 to 3n ഡോ റോ ഡിവൈഡ് ബൈ ഡോ ക്യു ഐ ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ പി ഐ പ്ലസ് ഡി റോ ഡിവൈഡ് ബൈ ഡോ ആണ് കേട്ടോ, ഡി മാറിപ്പോകുന്നുണ്ട്. ഡോ റോ ഡിവൈഡ് ബൈ ഡോ പി ഐ മൈനസ് ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ ക്യു ഐ എന്ന് എഴുതാം. ഇതൊരു ഫെമിലിയർ ആയിട്ടുള്ള റിലേഷനാണ്. ക്യു പി ഓൾട്ടർനേറ്റീവായിട്ട് ചേഞ്ച് ചെയ്യാണ് റോ എച്ച് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ. സോ ദിസ് ഈസ് എ പോയിസൺ ബ്രാക്കറ്റ്. ഇപ്പോൾ പോയിസൺ ബ്രാക്കറ്റിൻ്റെ ടേംസിൽ എഴുതാം. ഫ്രം I1 to 3n ഉണ്ട്. ഇപ്പോൾ ഡി റോ ഡിവൈഡഡ് ബൈ ഡി ടി പ്ലസ് പോയിസൺ ബ്രാക്കറ്റ് ഓഫ് റോ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് റിലേഷൻ ഈ രീതിയിൽ കിട്ടി. ദാറ്റ് ഈസ് ഡോ റോ ഡിവൈഡ് ബൈ ഡോ ടി പ്ലസ് പോയിസൺ ബ്രാക്കറ്റ് ഓഫ് റോ എച്ച് ക്യു ഐ പി ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, കൊണ്ടുവരാണ്. ദാറ്റ് ഈസ് എഫ് ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ് കോമ വൈ കോമ ടി. അങ്ങനെയാണെങ്കിൽ ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ ടി പ്ലസ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ എക്സ് ഇൻറ്റു എക്സ് ഡോട്ട് പ്ലസ് ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വൈ ഇൻറ്റു വൈ ഡോട്ട് എന്ന് എഴുതാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ റോൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈ റിലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ, ഈ റിലേഷന് നമുക്ക് ഇവിടെ നമ്മളൊരു റിലേഷൻ എഴുതിയിട്ടുണ്ട്. ഈ റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രീതിയിലാണ്. ഡോ റോ ഡിവൈഡ് ബൈ ഡോ ടി പ്ലസ് സിഗ്മ ഐ ഫ്രം 1 to 3n ഡോ റോ ഡിവൈഡ് ബൈ ഡോ ക്യു ഐ ഇൻറ്റു ക്യു ഐ ഡോട്ട് പ്ലസ് ഡോ റോ ഡിവൈഡ് ബൈ ഡോ പി ഐ ഇൻറ്റു പി ഐ ഡോട്ട് എന്നുള്ള രീതിയിലാണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിന് ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. എഫ് റീപ്ലേസ്ഡ് ബൈ റോ, എക്സ് ആൻഡ് വൈ റീപ്ലേസ്ഡ് ബൈ ക്യു ആൻഡ് പി അല്ലേ. അപ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നുള്ളത് കൊടുക്കുക, ഇതിന് ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 3 നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ഡി റോ ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഡോ റോ ഡിവൈഡ് ബൈ ഡോ ടി
പ്ലസ് സിഗ്മ ഐ ഫ്രം 1 to 3n ഡോ റോ ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ ഡോട്ട് പ്ലസ് ഡോ റോ ഡിവൈഡ് ബൈ ഡോ പി ഐ ഡോട്ട് എന്ന് കിട്ടി. ഇത് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് പോയിസൺ ബ്രാക്കറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. സോ ഡി റോ ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു ഡോ റോ ഡിവൈഡ് ബൈ ഡോ ടി പ്ലസ് പോയിസൺ ബ്രാക്കറ്റ് ഓഫ് റോ എച്ച് ദ വേരിയബിൾ ക്യു ഐ പി ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. ദിസ് തിയറം ഈസ് കോൾഡ് ലിയോവല്ലി തിയറം. ലിയോവല്ലി തിയറം. അപ്പോൾ ഈ ഒരു റിലേഷൻ നമ്മൾ ലിയോവല്ലിസ് ഈ തിയറത്തിലുള്ള ഇക്വേഷനായിട്ട് നമ്മൾ പറയുന്നത്, ലിയോവല്ലിസ് തിയറം എന്നുള്ള ഇക്വേഷനായിട്ട് നമ്മൾ പറയുന്നത് ഈ ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യണം. അതിന് വേണ്ടി നമുക്ക് ഡി റോ ഡിവൈഡ് ബൈ ഡി ടി ഈക്വൽ ടു 0 എന്നുള്ളൊരു കേസ് ഫ്രം ദിസ് തിയറം. ഇതിന് നമുക്ക് പറയാം വിത്ത് റെസ്പെക്റ്റ് ടൈം ഈസ് ചേഞ്ച് അനുസരിച്ച് റോയുടെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് അതിൻ്റെ ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്റ്റ് ടു ടൈം റോയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് തിയറം ദ ലോക്കൽ ഡെൻസിറ്റി ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ്, local density of the representative points means the density of function as viewed by an observer moving with a representative points stay constant time എന്നാണ് ഈ തിയറം പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് തിയറം ദ ലോക്കൽ ഡെൻസിറ്റി ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ആസ് വ്യൂഡ് ബൈ ആൻ ഒബ്സർവർ മൂവിങ് വിത്ത് എ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് സ്റ്റേ കോൺസ്റ്റൻറ്റ് ഇൻ ടൈം. അപ്പോൾ ഇതാണ് ലിയോവല്ലി തിയറത്തിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള റിലേഷനാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഡി റോ ഡിവൈഡ് ബൈ ഡി ടി ഈക്വൽ ടു ഡോ റോ ഡിവൈഡ് ബൈ ഡോ ടി പ്ലസ് പോയിസൺ ബ്രാക്കറ്റ് ഓഫ് റോ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സിൻ്റെ ക്ലൗഡ് നമ്മളിവിടെ മൂവ് ചെയ്യുമ്പോൾ അത് ഏകദേശം നമ്മുടെ ഒരു ഫ്ലൂയിഡ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് മൂവ് ചെയ്യും. ഒരു ഫിസിക്കൽ സ്പേസിലൂടെ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന അതേ മാനറിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ ക്ലൗഡ് അല്ലെങ്കിൽ ടെസ്റ്റ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാം അക്കോർഡിംഗ് ഫ്രം ഏതിലെ ഫേസ് സ്പേസിൽ. അപ്പോൾ ഒരു ഫേസ് സ്പേസിലൂടെ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഫിസിക്കൽ സ്പേസിലെ ഒരു ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന അതേ പ്രോസസ്സ് അല്ലെങ്കിൽ അതേ മാനറായിരിക്കും ഉണ്ടാവാം. The sum of the representative points moves in the free space is essentially the same manner as an incompressible fluid moves in the physical space. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ കോൺസിക്വൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. 2 കോൺസിക്വൻസ് ആണ് നമുക്ക് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് കോൺസിക്വൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യണം. അതിലൊന്നാമത്തത് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു സ്റ്റേഷനറി എൻസെമ്പിളിൻ്റെ കേസിലുള്ള കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു കേസിൽ ഡെൻസിറ്റി ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കോൺസിക്വൻസിലേക്ക് പോവുകയാണ്. കോൺസിക്വൻസ് നമ്മൾ ലിയോവല്ലി തിയറം പറയുന്നത് ഡി റോ ഡിവൈഡ് ബൈ ഡി ടി ഈക്വൽ ടു ഡോ റോ ഡിവൈഡ് ബൈ ഡോ ടി പ്ലസ് പോയിസൺ ബ്രാക്കറ്റ് ഓഫ് റോ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നതാണ്. ഒരു സ്റ്റേഷനറി എൻസെമ്പിൾ ആണെങ്കിൽ നമുക്ക് ഡോ റോ ഡിവൈഡ് ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്രം ദിസ് ഇക്വേഷൻ ഡോ റോ ഡിവൈഡ് ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ പോയിസൺ ബ്രാക്കറ്റ് ഓഫ് റോ എച്ച് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. റോ എച്ച് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതൊരു പോയിസൺ തിയറം പ്രകാരം ഒരു ഫംഗ്ഷൻ ഹാമിൽട്ടണിൽ വെച്ചിട്ട് നമ്മൾ പോയിസൺ ബ്രാക്കറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ ആണ് നമ്മൾ പറഞ്ഞിരുന്നു ക്ലാസിക്കൽ മെക്കാനിക്സിൽ. അപ്പോൾ ഫ്രം ദിസ് റോ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് നമുക്ക് പറയാം ഓവർ ദ റെലവൻറ്റ് റീജിയൻ ഓഫ് ദ ഫേസ് സ്പേസ്. അതായത് ഏത് ഫേസ് സ്പേസിലുള്ള റിലവൻറ്റ് റീജിയനിൽ മാത്രമാണ് ഈ റോ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആവുന്നത്. അതായത് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള റൂട്ടിലൂടെ മാത്രം അല്ലെങ്കിൽ ഏരിയയിൽ മാത്രമാണ് ഈ റോയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആവുന്നത് ഓവർ ദ റിലവൻറ്റ് റീജിയൻ ഓഫ് ദ ഫേസ് സ്പേസ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസിൽ സ്റ്റേഷനറി എൻസെമ്പിളിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. റോ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് സ്റ്റേഷനറി എൻസെമ്പിളിൻ്റെ വാല്യൂ 1 ഡിവൈഡ് ബൈ ഒമേഗ ഇൻറ്റഗ്രൽ ഒമേഗ എഫ് ഓഫ് ക്യൂ പി ഡി ഒമേഗ എന്നുള്ളത് നമ്മൾ ഓൾറെഡി
ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ദിസ് ഈസ് എ ഫസ്റ്റ് കോൺസിക്വൻസ്. ഇനി രണ്ടാമത്തെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് ദിസ് ഈസ് എ ഫസ്റ്റ് വൺ. രണ്ടാമത്തെ പറയുന്നത് റോ എന്ന് പറയുന്നത് ക്യൂനെയും പീനെയും ഡയറക്റ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പകരം ഹാമിൽട്ടോണിയൻ വേയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് റോ എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഹാമിൽട്ടോണിയൻ ക്യൂനെയും പീനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് റോ ഇൻഡയറക്റ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം കോർഡിനേറ്റ്. ഇൻഡയറക്റ്റ്ലി ആണ്, അതായത് ത്രൂ ദ ഹാമിൽട്ടോണിയൻ. ഡെൻസിറ്റി ഫംഗ്ഷൻ ഹാമിൽട്ടോണിയനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഹാമിൽട്ടോണിയൻ ക്യൂനെയും പീനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ റോ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ ക്യൂബ് ആൻഡ് പി. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ഹാമിൽട്ടോണിയൻ ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂബ് പി എന്നുള്ളത് നമുക്ക് എഴുതാം. അപ്പോൾ ഹാമിൽട്ടോണിയനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമുക്കിവിടെ എഴുതിയിട്ടുള്ളത്. അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയണമെങ്കിൽ, എക്സാമ്പിളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ റോ ക്യൂ പി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സി ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് എച്ച് ക്യൂ പി ഡിവൈഡഡ് ബൈ കെ ടി എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ നമ്മളറിയാം പോയിസൺ ബ്രാക്കറ്റ് എന്താണെന്ന് അറിയാം, ദാറ്റ് ഈസ് റോ എച്ച്. അപ്പോൾ നമുക്ക് അത് വെച്ച് നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് പോയിസൺ ബ്രാക്കറ്റ് ഓഫ് റോ എച്ച് is equal to ഡോ റോ ഡിവൈഡ് ബൈ ഡോ ക്യു ഐ ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ പി ഐ മൈനസ് ഡോ റോ ഡിവൈഡ് ബൈ ഡോ പി ഐ ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ ക്യു ഐ എന്നതാണ് വാല്യൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ റോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു സി ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് എച്ച് ക്യൂ പി ഡിവൈഡ് ബൈ കെ ടി എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഡി റോ ഡിവൈഡ് ബൈ നമ്മൾ ആദ്യം ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ ക്യു ഐ അതുപോലെ തന്നെ എഴുതുന്നു. സിഗ്മ ഉണ്ടാവും കേട്ടോ, സിഗ്മ ഐ ഫ്രം 1 to 3n. ഇത് ആദ്യം തന്നെ എഴുതുന്നു ഡോ പി ഐ. ഇനി ഡോ റോ ഡിവൈഡ് ബൈ ഡോ ക്യു ഐ, റോനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സി ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് എച്ച് ക്യൂ പി ഡിവൈഡ് ബൈ കെ ടി ഇൻറ്റു 1 ബൈ കെ ടി ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ ക്യു ഐ എന്ന് എഴുതാം. അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ഇനി ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ ക്യു ഐ അതിന് തന്നെ എഴുതുന്നു. ഇനി വിത്ത് റെസ്പെക്ട് ടു പി വെച്ചിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ സി ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് എച്ച് ക്യൂ പി ഡിവൈഡ് ബൈ കെ ടി ഇൻറ്റു 1 ബൈ കെ ടി ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ പി ഐ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഈ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവായിട്ട് ഇവിടെ ചേഞ്ച് ചെയ്തു. ഇത് രണ്ടും ഐഡൻറ്റിക്കലാണ്, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? റോ എച്ച് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റായിട്ട് പൊസിഷനെയും മൊമെൻറ്റത്തെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ പോയിസൺ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് നമുക്ക് കിട്ടി. ദാറ്റ് മീൻസ് ഇവിടെയും റോയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈസ് എ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു കേസ് നമ്മൾ സാധാരണ ഒരു കനോണിക്കൽ എൻസംബിളിൻ്റെ കേസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളായിട്ടാണ് നമ്മളിത് പറയുന്നത്, കനോണിക്കൽ എൻസംബിളിൻ്റെ കേസിൽ. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും എന്താണ് ഇതിൻ്റെ ഒരു കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള സ്റ്റഡി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കോൺസിക്വൻസ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇൻഡയറക്റ്റ് ആയിട്ട് റോ ക്യൂനെയും പീനെയും അതായത് ത്രൂ ഹാമിൽട്ടോണിയൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ പോയിസൺ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് എ റോ ഈസ് എ കോൺസ്റ്റൻറ്റ്. ദിസ് ഈസ് ദ സെക്കൻഡ് കോൺസിക്വൻസ് ഓഫ് ദ ലിയോവല്ലി തിയറം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലിയോവല്ലി തിയറത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിലേക്കാണ് പോവേണ്ടത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസംബിളിനെ കുറിച്ചും അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ രണ്ട് എക്സാമ്പിളുകൾ ഉണ്ടാവും, ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ടും അതുപോലെ ഹാർമോണിക് ഓസിലേറ്റർ വെച്ചിട്ടും. ആ കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.